19-23 വചനത്തില് ആദ്യം വന്ന് ഈശോ പറഞ്ഞ വചനം എന്താണ്? ആദ്യ വചനം എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം. യോഹന്നാൻ വായിക്കുക, ഒരാൾ വന്നിട്ട് വായിക്കുക, ചമടിലേക്ക് കമ്മിയാകും. നിങ്ങൾക്ക് സമാധാനം. എന്താ? അതാണ് ഈ നമ്മൾ പറയില്ലേ, 1 പത്രോസ് 4:7 പരസ്പര ചുംബനം കൊണ്ട് അഭിവാദനം ചെയ്യാൻ. റോമ 16:16 ഇല്ലേ? പരസ്പരം, അത് സ്നേഹം. അങ്ങോട്ട് നമുക്ക് സമാധാനം. നമ്മളെല്ലാവരും വിളിച്ചിരിക്കുന്ന സമാധാനത്തിലോട്ടാണ്. ഇതുകൊണ്ടാണ് വിവാഹിതനായത്. സമാധാനമില്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകാൻ മിസ്റ്റർ പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ്. 1 കൊരിന്ത്യസ് 7:13-16 വചനത്തില് എന്താ പറയുന്നത്? സമാധാനമില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അകലാണ്. എന്താ നമ്മൾ വിളിച്ചിരിക്കുന്ന സമാധാനത്തിലോട്ടാണ്. റോമ 14:17 അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ വിശുദ്ധീകരിക്കട്ടെ, ഭർത്താവ് ഭാര്യയെ വിശുദ്ധീകരിക്കട്ടെ. അതാ വിശുദ്ധീകരണം നടന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് കാനൻ ലോയസ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം സമാധാനത്തിന് വേണ്ടിയാണ്. മിസ്റ്റർ പൗലോസ് എഫേസ്യർ 4-ാം അധ്യായത്തിൽ 1-6 വചനം വായിച്ച് നമ്മുടെ ഐക്യം. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാൻ. അപ്പൊ കർത്താവിന് വേണ്ടി നമ്മൾ ആരാകണം? തടവുകാരനാണോ? വേണോ? വേണോ? വേണ്ട? തടവുകാരനായി തീരണം. അതാ റോമ 6:22 അടിമയാകണം. ഈശോയ്ക്ക് അടിമപ്പണിയെടുക്കാൻ പറ്റുമോ? അഭിമാനമുള്ളോ? ഞങ്ങളുടെ അഭിമാനത്തിന് ശതമാനോ? ഞാൻ ഇന്നാളാണ്, ഞാൻ ഇല്ലേ? ഈ ഞാൻ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? ആരാ വരുന്നത്? അതാണ് യെശയ്യാ 14:9-14 പറഞ്ഞ ലൂസിഫർ ആരായിരുന്നു? ആദ്യം മാലാഖയായിരുന്നു. കണ്ടോ? ഏത് മാലാഖ? ഏറ്റവും വലിയ മാലാഖ, ആർക്ക് ഏഞ്ചൽ. ഏത് സമയം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഈ പാട്ടുകാരെല്ലാം വേഗം വിശ്വാസിലല്ലേ? ഇവിടെ നോക്കിക്കോ, മ്യൂസിഷ്യൻസ് നോക്കിക്കോ. അവനെ കൊണ്ട് ആരാ വേഗം പോണത്? ഇതൊന്നും അറിയാൻ പാടില്ലല്ലേ? ഞങ്ങളിലുണ്ട പാട്ടുകാര് തൊണ്ടെങ്കിൽ വേഗം മാറ്റം കൊണ്ടുപോകും. സൂക്ഷിച്ചിരുന്നോളണം. കാരണം എല്ലാവരും അവനെ അഹങ്കാരികളാക്കും. അതാണ് ഈ ദൈവത്തെ ഏത് സമയത്തും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 6-ാം അധ്യായത്തിൽ 3-5 വചനത്തില് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? മാലാഖമാര് വായിക്കുക, വേണം. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ 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 പരിശുദ്ധൻ. കണ്ടോ? സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷങ്ങളാൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനം ഇറങ്ങി ദേവാലയം ധൂമഭരിതമാവുകയും ചെയ്തു. ഇതുപോലെയാണ് ലൂസിഫർ പറയുന്നത്. ആ അവസ്ഥയിലാണ് ഇനി വായിക്കുക. യെശയ്യാ 14:9-14 നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകി മറിയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു. ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവർ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി, നീയും ഞങ്ങൾക്ക് ദുരിതനായിരിക്കുന്നു എന്ന് പറയും. നിന്റെ പ്രതാപവും വാദ്യഘോഷങ്ങളും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. അവ ലൂസിഫറിനെ പറ്റി ഓർക്കുമ്പോ ഏത് വചനം ഓടി വരണം? യെശയ്യാ 14:9-14 വചനം ഓടി വരണം. അപ്പൊ നമുക്കറിയാം അവൻ കള്ളനാണ്. യോഹന്നാൻ 10:10 വിചാരിച്ചു വരുന്ന എന്തിനാണ്? മോഷ്ടിക്കാനും കക്കാനും കൊല്ലാനും. അവൻ നമ്മുടെ വീട്ടിൽ വന്നു കയറിയാലോ? അവന്ന് കയറി നോക്കട്ടെ, എന്ത് സംഭവിക്കും? നല്ല സുഖമായിരിക്കുമോ? എല്ലാം നശിപ്പിക്കും. ലൂക്കാ 11:17 അന്തഃഛിദ്രമുള്ള ഭവനം നശിക്കും, അന്തഃഛിദ്രമുള്ള രാജ്യം നശിക്കും. മത്തായി 12:25 ആ ഭവനം നശിപ്പിച്ചു അല്ലേ? ആ അരുവിയാണ്. കണ്ടോ?
അതേസമയത്ത് തന്നെ ദൈവത്തിന്റെ അറിവ് വന്നാൽ എല്ലാം മാറും. കണ്ടോ, വചനം വന്നാല് എല്ലാം മാറും. അപ്പൊ ആ ലൂസിഫറിനെ പറ്റി വായിച്ചത് അവൻ ആരാണെന്ന്. ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ആരുടെ പുത്രൻ? ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? തറയിൽ വെട്ടി വീഴ്ത്തി. നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും. ആ പറഞ്ഞെന്താണ്? ഞാൻ സ്വർഗത്തിലേക്ക് കയറും. ഞാൻ സ്വർഗത്തിലോട്ട് കയറും. ആത്മാവിന്റെ രഹസ്യങ്ങളാണ് ഇതെല്ലാം. കണ്ടോ, എല്ലാം ആത്മാവിൽ വേണം ഇതെല്ലാം കാണാൻ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്റെ രാജ്യം ഐക്യം അല്ല. യോഹന്നാൻ 18:36-38 സത്യം എന്താണെന്ന് ചോദിച്ചപ്പോ എന്താണ് പീലാത്തോസ് ചോദിച്ചപ്പോ ഈശോ പറഞ്ഞത്? എന്റെ രാജ്യം ആ. പിന്നെ ഇത് വെച്ചൊന്ന് ആലോചിച്ചാലോ, ഈ ബുദ്ധി കൊണ്ട് ആലോചിച്ചാലോ? നമുക്ക് നമ്മുടെ ചെറിയ ബുദ്ധിയല്ലേ, കൃത്രിമ ബുദ്ധിയാണ്. ഇതുകൊണ്ട് ദൈവത്തെ അളക്കാൻ നോക്കിയാൽ അല്ലോ. അതുകൊണ്ടാണ് ആത്മാവിൽ കാര്യങ്ങൾ ആത്മാവിൽ വിവേചിക്കണമെന്ന്. ആദ്യം ആത്മാവിലോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല വഴക്കുണ്ടാക്കണം. പിന്നെ വഴക്കുണ്ടാക്കണം. തർക്കവും അസൂയയും വിട്ട് കളയുമ്പോഴാണ് നാം ആത്മാവിലോട്ട് കയറുന്നത്. തുടക്കം തർക്കവും അസൂയയും വിട്ടുകളയണമെങ്കിൽ എളിമ വേണം. ഒരു വീട്ടിൽ ഒരു മരുമകള് പറഞ്ഞു, എളിമയില്ലാത്ത മരുമകളാണെങ്കിൽ അമ്മായിമക്കിട്ട് തല്ലുമോ? രണ്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഭർത്താവിനിട്ട് കൊടുക്കും. കണ്ടോ, എളിമ വന്നാലോ? അതല്ലേ പറയുന്നത്, ആ സ്ത്രീ വന്നു ആ കുടുംബം രക്ഷപ്രാപിച്ചെന്ന്. കണ്ടോ, എന്തുകൊണ്ടാണ് എളിമ വന്ന? ആ എളിമയിലെല്ലാം തുടങ്ങിക്കഴിഞ്ഞ് കൃപകളെല്ലാം. യാക്കോബ് 4:6-10 എളിമ വരുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും കൃപ വരുന്നത്. എളിമയില്ലാത്തവർ ആർക്കെങ്കിലും കൃപ കിട്ടുമോ? കിട്ടുമോ? ഒരാൾക്കും കിട്ടില്ല. എളിമയില്ലാത്തവർക്ക് ആർക്കും. പ്രഭാഷകൻ 3:18 നീ എത്രത്തോളം ഉന്നതനാകുന്നു അത്രത്തോളം മഴ വരണം. ഈശോ എന്താ ചെയ്തത്? എല്ലാവരും കാല് കഴി. കണ്ടോ, യോഹന്നാൻ 13:1-17 നമ്മൾ കാല് കഴുകാൻ പറഞ്ഞാൽ കഴിവോ? കാലുകൾ ചട്ടിക്കുമോ? തെറ്റ്. അപ്പൊ മനസ്സിലായ നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുകൊണ്ട് എവിടെ നിന്ന് കൃപ കിട്ടും? കണ്ടോ, ഒന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കുമെന്നുണ്ട്. 7 മറുപടി പറയില്ലേ? ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ വെറുതെയിരിക്കുമോ? ഇല്ല. അപ്പൊ നാവിനെ നിയന്ത്രിച്ചാലോ? യാക്കോബ് 3:2 നാവിനെ നിയന്ത്രിച്ചാലോ? ശരീരം മുഴുവൻ നിയന്ത്രിച്ചു കഴിഞ്ഞു. കണ്ടോ, അപ്പൊ നാവില്ലായിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. നിങ്ങളെല്ലാം വിശുദ്ധരായിട്ട് വന്നേരം വേഗത്തില്. കണ്ടോ ഇല്ലേ? ഒന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോ നമ്മുടെ സൗകര്യങ്ങളൊക്കെ എങ്ങനെ കാണിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കാണിച്ചേക്കണോ? കാരണം എന്ന് വെച്ചാല് ആരും അറിയില്ല. ഇങ്ങനെ കാണിക്കുമ്പോ ഒറ്റ ബന്ധിച്ച് അത് പോയി. അപ്പൊ നാവ് ഫ്രീ ആയി, നാവ് ബന്ധിച്ച്. അപ്പൊ നാവിനെ നിയന്ത്രിച്ചാൽ ശരീരത്തെ മുഴുവനും നിയന്ത്രിച്ചു കഴിഞ്ഞു. അതാണ് നാവാണ് എല്ലാത്തിന്റെ നിയന്താവെന്ന് പ്രഭാഷകൻ 37:16-22 നാവാണ് എല്ലാത്തിന്റെ നിയന്താവ്. നാവ് ശവരക്കത്തിയാണെന്ന് സങ്കീർത്തനം 52:1-5 ശവരക്കത്തിയാണ്. ശവരക്കത്തി കൊണ്ട് വെട്ടിയാലോ മുറിയും, തകർന്നു പോകും. ദൈവഭക്തന്റെ മേലില് വല്ലതും ഏൽക്കുമോ? ഒന്നും ഏൽക്കില്ല. കണ്ടോ, പ്രഭാഷകൻ 28:16-25 26 എഴുതിക്കോ. ഒന്നും ഏൽക്കില്ല ദൈവഭക്തന്റെ പേരിൽ. എന്ത് ആരോപണം ഉണ്ടാക്കിക്കോ, കേൾക്കുമോ? ഇല്ല. കണ്ടോ, ആദ്യം ജനം വിശ്വസിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും അതൊന്നും അല്ലെന്ന്. 1 തിമോത്തി 5:24-25 ചിലരുടെ പാപം വേഗം വെളിപ്പെടും, ചിലരത് കുറച്ചു കഴിഞ്ഞേ വെളിപ്പെടുകയുള്ളൂ. അതോ എല്ലാം വെളിപ്പെടുത്തി കൊടുക്കും.